ഹായ് ഡിയേഴ്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും ഈ മുറുക്ക് ഐറ്റംസ്. അതിൽപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ഒരു ഐറ്റമാണ് തക്കാളി മുറുക്ക്. നമ്മൾ പൊട്ടാറ്റോ കൊണ്ട് മുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി മുറുക്ക് ഉണ്ടാക്കാം. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണേ, അത്രയ്ക്ക് സൂപ്പറാണ്. നമുക്ക് ആദ്യം അതിന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 വലിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 എണ്ണം എന്തായാലും വേണം. ദാ ഇതുപോലെ ഒരു വര ഇട്ട് കൊടുക്കുക തക്കാളിയിൽ. എങ്കിലാണ് നമുക്ക് തൊലി നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുക. എന്നിട്ടൊരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ട് നല്ലതുപോലെ തക്കാളി വേവിച്ചെടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് മിക്സിംഗ് പരിപാടികളുണ്ട്. അത് ചെയ്ത് വരുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും. നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ സാധാരണ പത്തിരി ഇടിയപ്പം പൊടിയുണ്ടല്ലോ, പാക്കറ്റിൽ വാങ്ങുന്ന വറുത്ത പൊടി, അത് 1 കപ്പ് എടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് എടുക്കുന്നുണ്ട്. 1/2 കപ്പ് കടലപ്പൊടി. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ നേർ പകുതി വേണം കടലപ്പൊടി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 3/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാകുമ്പോൾ ഒരുപാട് എരിവ് അവർക്ക് ഇഷ്ടമല്ലല്ലോ. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് ഓർത്തത് എള്ള് ചേർത്തില്ലല്ലോ എന്ന്. പിന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്തത്. കറുത്ത എള്ളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴേക്കും നമ്മുടെ തക്കാളി നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ നമുക്ക് അതിൻ്റെ ആ ഒരു തണ്ട് വരുന്ന പാർട്ടുണ്ടല്ലോ, അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 6 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നല്ല വലിയ അല്ലിയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ആ ഒരു കുടം വെളുത്തുള്ളി മുഴുവനായിട്ടും എടുക്കാൻ പറ്റും. ഇത് രണ്ടും കൂടി നല്ലതുപോലെ അടിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണമേ. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലായ ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ബട്ടർ റൂം ടെമ്പറേച്ചർ ആവാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പൂണ് ഗ്യാസ് ബർണറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വന്നു. അതിനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ കൈ വെച്ച് പുട്ടുപൊടിക്കൊക്കെ നനയ്ക്കില്ലേ, അതുപോലെ ആ ബട്ടർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം. പല പൊടികൾക്കനുസരിച്ചും ആ ഒരു അളവ് വ്യത്യാസം വരും. അപ്പോൾ ചിലപ്പോൾ ചില പൊടികൾക്ക് വെള്ളം കുറച്ച് മതിയെങ്കിൽ ഇത്രയും പേസ്റ്റ് ചേർക്കേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നോക്കിയിട്ട് ചേർക്കണം. പിന്നെ തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോഴും കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ കറക്റ്റ് അളവായിരുന്നു. അത്രയും പ്യൂരി മുഴുവനായിട്ട് ഒഴിച്ചപ്പോൾ കറക്റ്റ് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. ആദ്യമൊക്കെ നല്ലതുപോലെ ഇങ്ങനെ നമ്മൾ ഉണ്ട പിടിക്കും പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം പിടിച്ചെടുക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൈ നല്ലതുപോലെ കഴുകുക. കൈ കഴുകിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊട്ടാതെ കറക്റ്റ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഈ ടൊമാറ്റോ പ്യൂരി മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴും കുറച്ച് ഡ്രൈ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ കൈവെള്ളം തളിക്കുക എന്ന് പറയില്ലേ, കയ്യിൽ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്ത് കുഴച്ചെടുക്കുക. വെള്ളം ഒരുപാട് ഒഴിച്ച് കുഴയ്ക്കുകയേ ചെയ്യരുത്. ജസ്റ്റ് കൈവെള്ളം തളിച്ചൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ദാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 2 പീസാക്കി നീളത്തിന് ഉരുട്ടി അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ താരത്തിനെ എടുക്കാം. ആരാണ്? സേവനാഴി. സേവനാഴിയിൽ നമുക്ക് മുറുക്കിൻ്റെ ചില്ലിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ സേവനാഴിക്കകത്ത് കുറച്ച് എണ്ണയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് എണ്ണ ഉണ്ടെങ്കിലാണല്ലോ അതിൽ നിന്ന് നന്നായിട്ട് ഇറങ്ങി വരിക. പിന്നെ തോക്കൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ കാര്യം നടക്കും. പക്ഷേ ഇത് മാവ് പരുവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ആയാസം ഒന്നുമില്ല, പെട്ടെന്ന് കഴിയും. ഇനി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഇങ്ങനത്തെ നാടൻ പലഹാരങ്ങളെല്ലാം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ആദ്യം ഒരു കുഞ്ഞ് പീസൊന്ന് എണ്ണയിലേക്ക് ഇട്ട് നോക്കുക. അത് അപ്പോൾ തന്നെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് മുറുക്ക് ചുറ്റി ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഒരുപാട് കുത്തി നിറച്ചിടരുത്. കുറച്ചൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്കി അതെടുത്ത് ഒരെണ്ണം നമ്മൾ കഴിച്ച് നോക്കണം. എങ്ങനെയുണ്ട്, ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ, അതിൻ്റെ ആ പാകമായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് മുതൽ നിറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ആദ്യത്തെ സെറ്റ് മുറുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഉടനെ ഒന്നും ഇളക്കാനേ പാടില്ല. ആ ഒരു എണ്ണയുടെ ആ ഒരു തിളയ്ക്കുന്ന ആ ഒരു ഇതെല്ലാം ഒന്ന് മാറി മുറുക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡും ഏകദേശം ഒന്ന് 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പായതിന് ശേഷമേ കോരിയിട്ട് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യമേ നമ്മൾ കുത്തി ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. കാരണം ഈ മുറുക്ക് ഐറ്റംസൊക്കെ കുറച്ച് സമയം പുറത്തിരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി കളറൊന്ന് മാറും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ മുറുക്ക് ചുറ്റിക്കുമല്ലോ, ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ്. നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ ചുറ്റി ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ആ ചൂട് നമ്മുടെ കയ്യിലേക്ക് അടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ചുറ്റിക്കാനായിട്ട്. ഇത്തവണ ഞാൻ നിറച്ചതിൽ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടോ, നല്ല കിലുകിലാന്ന് സൗണ്ടാണ്. നമ്മൾ ആ ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ആ ഒരു സൗണ്ട് കേൾക്കാൻ തന്നെ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുറുക്കൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ടിന്നിലിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കുറച്ചധികം ദിവസം സൂക്ഷിച്ച് വെക്കാനോ പുറത്തോട്ടൊക്കെ കൊടുത്തു വിടാനോ ഒക്കെ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.